ുമൊക്കെ മുസ്ലിം ചെറുപ്പക്കാരെയും അല്ലാത്ത മതക്കാരെയുമൊക്കെ അതാ മതത്തിന്റെ അപ്പുറത്തുള്ളവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പ്രചോദനം നൽകാറുണ്ട്. അത് നിങ്ങളെ കുടുംബത്തോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയും അക്രമവും നിങ്ങളെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഏർപ്പാടുമാണ് കേട്ടോ, സംശയം വേണ്ട. അതെങ്ങനെ? ഞാനത് വിശദീകരിക്കേണ്ടതുണ്ടോ? ചെറിയൊരു ഉദാഹരണത്തിന് പറയുന്നു. ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഹൈന്ദവ സമുദായത്തിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് മനസ്സിലാക്കി അവളുടെ മെല്ലെ അവളെ ഫോട്ടോ അതാ ഒരു മൊബൈലിൽ പിടിച്ചു. കടുത്ത ഹറാം, കടുത്ത തെറ്റി. അല്ലെങ്കിൽ അവൾക്കൊരു കത്ത് കൊടുത്തു, പ്രേമക്കത്ത്, കടുത്ത തെറ്റി. അല്ലെങ്കിൽ അവളുമായി സ്വകാര്യത്തിൽ സംസാരിച്ചു, തെറ്റി. അങ്ങനെയുള്ള തെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹൈന്ദവ സ്ത്രീയെ, ഒരു ഹിന്ദു സ്ത്രീയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പ്രേമിച്ചു. അങ്ങനെ പ്രേമിച്ചു. അവനെ വേണമെങ്കിൽ പ്രേമിക്കാൻ ആരെങ്കിലും പ്രചോദനം നൽകിയാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, അന്യ പെണ്ണിനെ നോക്കിയത് തെറ്റല്ലേ? അവളെ കണ്ടത് തെറ്റല്ലേ? അവളോട് നീ വൈകാരികമായി സംസാരിച്ചത് ഹറാമല്ലേ? കണ്ണിന്റെ വ്യഭിചാരമല്ലേ നോട്ടം? കയ്യിന്റെ വ്യഭിചാരമല്ലേ പിടുത്തം? അതേ മനസ്സിന്റെ വ്യഭിചാരമല്ലേ ചിന്ത? ചോദിക്കട്ടെ, അങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതോടുകൂടി ചോദിക്കട്ടെ, ആ കുടുംബത്തിനവൻ ടെൻഷൻ സമ്പാദിച്ചില്ലേ? അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഒരു ഹിന്ദു പെണ്ണ് തീരുമാനിച്ചാൽ ആ ഹിന്ദുമതത്തിന്റെ കുടുംബത്തിനും അവൾ ടെൻഷൻ സമ്പാദിച്ചില്ലേ? ടെൻഷൻ സമ്മാനിച്ചില്ലേ? ഒന്നുകൂടി ഞാൻ പറയാം. ഇനി ഒരു ഹൈന്ദവ സഹോദരൻ ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ച് വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ചോദിക്കട്ടെ, അവന്റെ അമ്മക്കത് ഇഷ്ടപ്പെടുമോ? അവന്റെ അച്ഛന് ഇഷ്ടപ്പെടുമോ? മാന്യതയുള്ളവരാണെങ്കിൽ, സംസ്കാരമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ലെന്ന് ഉറപ്പല്ലേ സഹോദരന്മാരെ? ഇതുപോലൊരു മുസ്ലിം വീട്ടിലേക്ക് ഒരു അമുസ്ലിം പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ബാപ്പയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ? ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ? അമ്മാമൻ ഇഷ്ടപ്പെടുമോ? പുതിയാപ്പിള ഇഷ്ടപ്പെടുമോ? പെങ്ങൾ ഇഷ്ടപ്പെടുമോ? ജേഷ്ഠാനുജന്മാർ ഇഷ്ടപ്പെടുമോ? മഹല്ലുകാർ ഇഷ്ടപ്പെടുമോ? കാദിയാർ ഇഷ്ടപ്പെടുമോ? ഇല്ല. ആകയാൽ ചോദിക്കട്ടെ, ഒരു അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ പ്രേമിച്ച് നിന്റെ കുടുംബത്തിലേക്ക് നീ കൊണ്ടുവരുന്നതോടുകൂടി ആ കുടുംബത്തിന്റെ അന്തസ്സ് തകർന്നില്ലേ? അത് ഹൈന്ദവനാണെങ്കിൽ അവന്റെ അന്തസ്സിനും കോട്ടം പറ്റിയില്ലേ? മുസ്ലിമാണെങ്കിൽ അവന്റെ കുടുംബവും തകർന്നില്ലേ? ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവന്റെ കുടുംബവും തകർന്നില്ലേ? ചിലപ്പോ നിനക്ക് തോന്നും, ഞാൻ പണ്ട് കല്യാണം കഴിച്ചത് അങ്ങനത്തെ ഒരു പെണ്ണിനെയാണല്ലോ, എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ നിനക്കല്ല കുഴപ്പം. നിന്റെ അച്ഛനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ അമ്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ബാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പെങ്ങന്മാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചോദിക്കട്ടെ, നീ ഒരു കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും നിന്റെ കല്യാണത്തോടുകൂടി അവരതാ മുഖം കറുത്തുപോയില്ലേ? അവരുടെ മനസ്സ് വേദനിച്ചില്ലേ? നീ നിന്റെ കുടുംബത്തിന് ടെൻഷൻ സമ്മാനിച്ചില്ലേ? ചോദിക്കട്ടെ, ഒരു മാതാപിതാക്കൾ സാധാരണ നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന ദിവസം അവരുടെ മക്കളുടെ വിവാഹത്തിനല്ലേ? മകളുടേതാകട്ടെ, മകന്റേതാകട്ടെ, അത് ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആകട്ടെ, ആരായാലും ശരി, അവരുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളുടെ വിവാഹത്തിന്റെ ദിവസമല്ലേ ഉണ്ടാവുക? അതേ സമയത്ത് നീ ഒരു വിവാഹം കഴിക്കുന്നതോടുകൂടി മരിക്കുന്നത് വരെ ബാപ്പാക്ക് ടെൻഷൻ സമ്പാദിച്ചില്ലേ? ഉമ്മാക്ക് വിഷമം സമ്പാദിച്ചില്ലേ? നിന്റെ കുടുംബത്തിന് വിഷമം നീ സമ്മാനിച്ചില്ലേ? ഇത് നന്ദികേടല്ലേ മനുഷ്യ? നിന്നെ അതാ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ഉമ്മ, നിന്നെ കഠിനാധ്വാനം ചെയ്ത് അതാ പഠിപ്പിച്ച ബാപ്പ, അതിനു വേണ്ടി അതാ അന്യനാട്ടിൽ പോയി വിയർപ്പൊലുക്കി ഒഴുക്കിയിട്ട് ബുദ്ധിമുട്ടിയ ബാപ്പ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എത്രയോ തൊഴിലെടുത്ത ബാപ്പ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കഫീലിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ ബാപ്പ, അതിന്റെ പേരിൽ അതാ എയർപോർട്ടിലും പാസ്പോർട്ട് ഓഫീസിലും ലേബർ ഓഫീസിലും എംബസിയിലും കൗൺസിലും പോയി ക്യൂ നിന്നിട്ട് കാലിന്റെ മേലെ നീര് കെട്ടി വീഴ്ത്തിയ ബാപ്പ, അതുപോലെ തന്നെ നിന്നെ പോറ്റി വളർത്തുമ്പോൾ കാഷ്ടവും മൂത്രവും വരെ കയ്യിലേറ്റി വാങ്ങിയ ഉമ്മ, അതുപോലെ തന്നെ നിന്നെ പോറ്റി വളർത്തിയ ജേഷ്ഠത്തി, അമ്മാമന്റെ ഭാര്യ, അതുപോലെ തന്നെ നിന്നെ പോറ്റി വളർത്തിയ ഉമ്മാന്റെ ജേഷ്ഠത്തി, അനുജത്തി തുടങ്ങി മുഴുവൻ സ്ത്രീകളെ മനസ്സിലും മുഴുവൻ കുടുംബത്തിന്റെ മനസ്സിലും നിന്റെ വിവാഹത്തോടുകൂടി നീ ടെൻഷൻ സമ്മാനിച്ചില്ലേ?
ചോദിക്കട്ടെ, മക്കളുണ്ടാകുന്ന സമയത്ത് ഏറ്റവും വലിയ സന്തോഷിക്കണമെന്നവർ കരുതിയ ദിവസം ഏറ്റവും വലിയ ദുഃഖമല്ലേ നീ സമ്മാനിച്ചിട്ടുള്ളത്? നിന്നെപ്പോലെ നന്ദി കെട്ടവനുണ്ടോ? കുടുംബത്തോട് നന്ദി കേട് ചെയ്തവനുണ്ടോ? അതുകൊണ്ട് തന്നെ ഓ മുസ്ലിമേ, ഒരിക്കലും തന്നെ നീ ഒരു സമ്മിശ്ര വിവാഹം എന്ന് പറയുന്ന പരിഷ്കാരമുണ്ടല്ലോ, മനുഷ്യ കുടുംബത്തിന് മുഴുവനും വേദനയും ദുഃഖവും സമ്മാനിക്കുന്ന ഏർപ്പാട് ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചു പോകല്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ ചിന്തിച്ചു പോകല്ല. വിവാഹം സന്തോഷ ജീവിതത്തിനുള്ളതാണ്, ദുഃഖം സമ്മാനിക്കാനുള്ളതല്ല, കുടുംബത്തെ ദുഃഖിപ്പിക്കാനുള്ളതല്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് ഏതൊരു മക്കളും ജനിച്ചാൽ ബാപ്പയുടെ മനസ്സിലുണ്ടാകും, എന്റെ മകനൊരു നല്ല വിവാഹം നടക്കണം, അതിന് ചെറിയ അന്വേഷണങ്ങൾ നടക്കണം. അതുപോലെ ഉമ്മാന്റെ മനസ്സിലുണ്ടാകും, എന്റെ മകൾക്കൊരു നല്ല വിവാഹം നടക്കണം, എന്റെ കുടുംബത്തോട് യോജിച്ച, എന്റെ നാട്ടിനോട് യോജിച്ച, ഞങ്ങളെ സംസ്കാരത്തോട് യോജിച്ച ഒരു നല്ല കുടുംബ ജീവിതത്തിന് വേണ്ടി വഴിയൊരുക്കണമെന്ന് ചിന്തിക്കാത്ത ഉമ്മമാരുണ്ടാകുമോ? ബാപ്പമാരുണ്ടാകുമോ? അതവരെ മനസ്സിലിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ പഠിപ്പിച്ച് 20 25 വയസ്സെത്തിയ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ 10 18 വയസ്സെത്തിയ പെൺകുട്ടി, ആ കുട്ടിയെ പഠിപ്പിച്ച് വിവാഹത്തിന് വേണ്ടി മനസ്സിലിങ്ങനെ പലരെയും അന്വേഷിക്കുകയും ചിലതൊക്കെ അതാകുമോ പെണ്ണടക്കുമോ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുമ്പോ ബാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ ആലോചനകൾ ഇങ്ങനെ നടത്തുമ്പോ ബാപ്പ അറിയുകയാണ്, ഉമ്മ അറിയുകയാണ്. എന്താണ് അറിയുന്നത്? സുബ്ഹാനല്ലാഹ്, എന്റെ മകൾക്ക് ഏതോ ഒരു പുരുഷനുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്റെ മകനേതോ പെൺകുട്ടിയുമായി ബന്ധമുണ്ട്. ചോദിക്കട്ടെ, അവരെ മനസ്സ് വേദനിച്ചില്ലേ? ചോദിക്കട്ടെ, അതാ മനസ്സുകൊണ്ട് ടെൻഷനായില്ലേ? നീ വേണ്ടാത്ത വേലിക്ക് പോയതിന്റെ പേരിൽ അവരതാ അനുയോജ്യമായൊരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നു എന്ന് കേൾക്കുമ്പോ നിന്റെ മനസ്സിൽ പെൺകുട്ടി, നിന്റെ മനസ്സിലും വേദന തുടങ്ങിയില്ലേ? പഠിച്ചവനെ, ഞാൻ വിചാരിച്ചതല്ലല്ലോ. നിനക്കും ടെൻഷനായില്ലേ? നീയും ടെൻഷൻ സമ്പാദിച്ചു. നിന്റെ ബാപ്പക്കും കിട്ടി, ഉമ്മാക്കും കിട്ടി, കുടുംബത്തിനും കിട്ടി. അതുപോലെ തന്നെ നീ നിന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ അനുയോജ്യമായൊരു ഭാര്യയെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ അതാ ഏതോ ഒരു പെണ്ണിന്റെ ഏതോ ഒരു വാക്ക് കേട്ടതിന്റെ പേരിൽ, ഏതോ ഒരു ചിത്രം കണ്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതോ ഒരു പുരുഷന്റെ വാക്ക് കേട്ടതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലതാ അനുരാഗമുണ്ടായി കഴിഞ്ഞതിനാൽ നിന്റെ ബാപ്പാതാ കല്യാണം അന്വേഷിക്കുമ്പോ നിന്റെ മനസ്സിൽ ടെൻഷൻ, ഉമ്മ അന്വേഷിക്കുമ്പോ ടെൻഷൻ. ചോദിക്കട്ടെ, നിന്റെ മനസ്സിലും ടെൻഷൻ വന്നില്ലേ? നിന്റെ കുടുംബത്തിനും ടെൻഷൻ സമ്പാദിച്ചില്ലേ? ചിലപ്പോ ബാപ്പാന്റെയും ഉമ്മാന്റെയും കുടുംബത്തിന്റെ മുമ്പിൽ വിവരം പറയാതെ നീ കല്യാണം കഴിക്കുന്ന ദിവസവും മറ്റൊരു പുരുഷനെ ടെലിഫോൺ ചെയ്താൽ, അല്ലെങ്കിൽ ആ മറ്റൊരു പെണ്ണിനെ ടെലിഫോൺ ചെയ്താൽ, ചോദിക്കട്ടെ, നീ കുടുംബത്തെയും നാട്ടുകാരെയും കാളിയാരെയും ആ വന്ന മുഴുവൻ ആളുകളെയും കല്യാണത്തിന് പങ്കെടുത്ത ആയിരങ്ങളെയും നീ വഞ്ചിച്ചില്ലേ? നീ ചതിച്ചില്ലേ? എന്നിട്ടൊരാഴ്ച കഴിയുമ്പോ എനിക്കത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് ചോദിക്കട്ടെ, ആ കല്യാണത്തിനേർപ്പെട്ട അപ്പുറത്തെ മനുഷ്യന്റെ ജീവിതവും നീ തകർത്തില്ലേ? അവന്റെ കുടുംബത്തെയും നീ വഞ്ചിച്ചില്ലേ? നിന്റെ കുടുംബത്തെയും നീ ചതിച്ചില്ലേ? ചോദിക്കട്ടെ, ഇത്തരം ചതിയന്മാരായി വളരാൻ പറ്റുമോ ചെറുപ്പക്കാരെ? ഇത്തരം വഞ്ചകരായി വളരാൻ പറ്റുമോ ചെറുപ്പക്കാരികളെ? അതിന് പകരം നമ്മുടെ മുൻഗാമികൾ കണ്ടതുപോലെ നമുക്കും ഇഷ്ടപ്പെടണം, നമ്മുടെ ബാപ്പക്കും ഇഷ്ടപ്പെടണം, ഉമ്മാക്കും ഇഷ്ടപ്പെടണം, കുടുംബത്തിനും ഇഷ്ടപ്പെടണം. അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഇണ വരണം. ആ ഇണയിൽ എനിക്ക് നല്ല നല്ല മക്കളുണ്ടാകണം. അത് അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കണം. അതിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം നേടണം. അതിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നേടണം. അതിലൂടെ ഇവിടെ നിസ്കാരം നടക്കണം, നോമ്പ് നടക്കണം, ഇവിടെ അതാ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണം. അങ്ങനൊരു നല്ല സാഹചര്യം എന്റെ കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനാണ് അതേ സമ്മിശ്ര വിവാഹത്തിന് ധൈര്യം വരുന്നത്? ഏതൊരു മനുഷ്യനാണ്, ഏതൊരു സത്യവിശ്വാസിക്കാണ് ബാപ്പയുടെയും ഉമ്മയുടെയും ഒന്നും യാതൊരു ഭാഗവും ചിന്തിക്കാതെ
കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ ധൈര്യം വരുന്നത്? ഏതൊരാണിനാണ് ധൈര്യം വരുന്നത്? ഏത് പെണ്ണിനാണ് ധൈര്യം വരുന്നത്? അതുകൊണ്ടോ ചെറുപ്പക്കാരികളെ, അന്ത്യനാൾ വരെ നമ്മുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കട്ടെ, നമ്മുടെ നാട് സന്തോഷത്തോടെ ജീവിക്കട്ടെ, പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ തല ഉയർത്തി നടക്കട്ടെ, നമ്മുടെ സമൂഹം നിലനിൽക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ താല്പര്യവും കൂടി പരിഗണിക്കണം. അതുപോലെ മക്കളെ താല്പര്യം കുടുംബവും പരിഗണിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സൂചന മാത്രം നൽകിയതാണ്. ഓ മുഅ്മിനീങ്ങളെ, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ള ജനങ്ങൾ അവരുടെ സന്താന പരമ്പരകൾ ഈമാൻ മുഖേന അവരെ പിന്തുടർന്നിരിക്കുന്നു, വിശ്വാസത്തിൽ പിന്തുടർന്നിരിക്കുന്നു. ആശയപരമായി രണ്ട് തട്ടിലുള്ളവർ